ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഒരു മാധ്യമ വിചാരമാണ് ഈ ലക്കം പോഡ്കാസ്റ്റ്. കേരളത്തിൽ വന്യജീവികളും നാഗരിക മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ദിനേന എന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പോഡ്കാസ്റ്റ്. എന്നാൽ ആ സംഘർഷത്തെക്കുറിച്ച് അല്ല ഈ പോഡ്കാസ്റ്റ്. ആ സംഘർഷം എങ്ങനെയാണ് വാർത്താമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതേക്കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നിരുത്തരവാദപരമായ ഒരു സമീപനമുണ്ടോ? മനുഷ്യനെ മാത്രം കേന്ദ്രീകൃതമാക്കിയിട്ടാണോ വന്യജീവി മനുഷ്യ സംഘർഷം ഈ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഈ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഡോക്ടർ ആൻറ്റോ പി ചെറൂത ആണ് ഇന്ന് ദില്ലി ദാലിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഡോക്ടർ ആൻറ്റോ പി ചെറൂത ഇപ്പോൾ കോഴിക്കോട് കുന്നമംഗലം ഗവൺമെൻറ് കോളേജിലെ മീഡിയ വിഭാഗത്തിൽ, മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. നിരവധി അന്താരാഷ്ട്ര സെമിനാറുകളിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യുകയും മാധ്യമ ഗവേഷണ രംഗത്ത് ഗൗരവത്തോടുകൂടി പ്രവർത്തിക്കുകയും ഏതാണ്ട് 10 കൊല്ലത്തോളം അധ്യാപന പരിചയവും ഉള്ള ഡോക്ടർ ആൻറ്റോ പി ചെറൂത ഈ പോഡ്കാസ്റ്റിൽ വരാൻ സമ്മതം നൽകിയതിൽ അതിയായ സന്തോഷം ദില്ലി ദാലി പോഡ്കാസ്റ്റിലുണ്ട്. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെയും ആമുഖമായി ഞാൻ പറയാറുള്ള അഭ്യർത്ഥന ഒന്നുകൂടി മുന്നോട്ട് വയ്ക്കുകയാണ്, നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് പോകാം. വന്യജീവി മനുഷ്യ സംഘർഷവും മാധ്യമപ്രവർത്തനവും. സ്വാഗതം ഡോക്ടർ ആൻറ്റോ പി ചെറൂത ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക്. താങ്ക് യു സർ. അതിയായ സന്തോഷമുണ്ട്. വളരെ പ്രധാനപ്പെട്ട, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ആൻറ്റോയുമായി ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു സാർ. ഇത് എനിക്കുള്ളൊരു അവസരമാണല്ലോ. സത്യത്തില് എന്നെ പോലെയുള്ള അക്കാദമിക രംഗത്തുള്ള ഒരാള്, എന്നെ സംബന്ധിച്ച് ഇതൊരു വ്യക്തിപരമായിട്ടുള്ള നേട്ടമാണ്, അഭിമാനമാണ് ഇങ്ങനെ സംസാരിക്കുക. സാറ് ക്ഷണിച്ചതിൽ വലിയ സന്തോഷം. ഈ മാധ്യമങ്ങൾ വന്യമൃഗ മനുഷ്യ സംഘർഷത്തെ വന്യജീവി വിരുദ്ധമാക്കുന്നുണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ ആൻറ്റോയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ, സംഗതികൾ, സാഹചര്യങ്ങൾ എന്താണെന്നൊന്ന് വിശദമാക്കുമോ? സാറേ, സ്വാഭാവികമായിട്ടും ഇപ്പോ ഇത് മാധ്യമ ആഖ്യാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മാധ്യമ ആഖ്യാനങ്ങൾ പൊതുജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള ഒരു പരിപ്രേക്ഷ്യം, പെർസ്പെക്റ്റീവ് രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ട്. ഇപ്പോ നമ്മൾ സൈദ്ധാന്തികമായിട്ട് തന്നെ സംസാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, അപ്പോ ഈ സിദ്ധാന്തത്തിന്റെ പുറകിലൊക്കെ നോക്കുകയാണെങ്കിൽ മാധ്യമാഖ്യാനങ്ങളുടെ കഥ പറച്ചിലിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ ഏത് വാർത്തകൾക്കാണോ മാധ്യമാഖ്യാനങ്ങൾ പ്രബലമായിട്ടുള്ള ശക്തി കൊടുക്കുന്നത്, കൂടുതൽ സമയം കവറേജ് കൊടുക്കുന്നത്, കൂടുതൽ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, കൂടുതൽ ഉള്ളടക്കങ്ങൾ കൊടുക്കുന്നത്, അത്തരത്തിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ പൊതുജനങ്ങളുടെ, വായനക്കാരുടെ, ശ്രോതാക്കളുടെ, കാഴ്ചക്കാരുടെ പെർസ്പെക്റ്റീവിനെ സ്വാധീനിക്കുമെന്നുള്ള എംപിരിക്കലായിട്ടുള്ള ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഗവേഷണങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ ഇപ്പോ നമ്മളിപ്പോ മഹാകുംഭമേള നടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോ അഹമ്മദാബാദിൽ ഒരു പ്ലെയിൻ ക്രാഷ് നടക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ഗസ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ മാധ്യമ ആഖ്യാനങ്ങൾ വളരെ പ്രബലമാണ്. മാധ്യമ ആഖ്യാനങ്ങളും മാധ്യമ പ്രതിനിധാനങ്ങളും. അപ്പോ ഇതിനെ നോക്കുക, പല കാര്യങ്ങളും തഴയപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ മാത്രം വാർത്തയിൽ വരുന്നു, ചില കാര്യങ്ങൾ ഒട്ടും തന്നെ വരുന്നില്ല. ചില വ്യക്തികൾ ഇൻവിസിബിൾ ആയി പോകുന്നു, ചില കമ്മ്യൂണിറ്റികൾ ഇൻവിസിബിൾ ആയി പോകുന്നു. ഇപ്പൊ ഉദാഹരണം ദളിത് രാഷ്ട്രീയം, അല്ലെങ്കിൽ ദളിത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. ഇതില് മനുഷ്യ വന്യജീവി സംഘർഷം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ഇത്തരത്തിലുള്ള മാധ്യമ മേഖലയ്ക്ക് വേണ്ടാത്ത ചില ബീറ്റുകളുണ്ട്. ഇപ്പോ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് പൊളിറ്റിക്സും ബിസിനസ്സും സ്പോർട്സും ആണ്.
പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ സാറ് സൂചിപ്പിച്ചതുപോലെയുള്ള ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഒന്നും അവരുടെ ബീറ്റിന്റെ കാറ്റഗറിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. അപ്പോൾ ആഖ്യാനങ്ങളെ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ തോന്നിയത്. കേരളത്തിൽ വന്യമൃഗ മനുഷ്യ സംഘർഷം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നാട്ടിലിറങ്ങുന്ന ആനകൾ ക്രൂരന്മാരാണ്, സാമൂഹ്യ വിരുദ്ധരാണ്, നിയമലംഘകരാണ്, ഇൻട്രൂഡേഴ്സാണ് എന്ന മട്ടിലുള്ള റിപ്പോർട്ടിങ് കാണുമ്പോൾ നമുക്കുണ്ടെന്ന് ബഹുമാനിക്കുന്ന പരിസ്ഥിതി ബോധം വെറും ഉപരിപ്ലവമായി പോയോ എന്നെനിക്ക് തോന്നുന്നുണ്ട്. നീണ്ട കാലത്തെ പരിസ്ഥിതി ബോധവൽക്കരണം സ്വന്തമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് നമ്മളുടേത്. നമുക്കറിയാം സൈലന്റ് വാലി പ്രക്ഷോഭവും എല്ലാം. അതല്ലാതെയും സുഗതകുമാരി ടീച്ചറിനെ പോലെയുള്ള ആളുകളും അല്ലാതെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകൾ, അത് അല്ലാതെ നിരവധി സമാന്തര പരിസ്ഥിതി സംഘടനകളും വ്യക്തികളും സമ്പുഷ്ടമാക്കിയ ഒരു പരിസ്ഥിതി ബോധവൽക്കരണത്തിൻ്റെ പശ്ചാത്തലമുള്ള ഈ സംസ്ഥാനത്തിൽ എന്താണ് കേരളത്തിലെ പരിസ്ഥിതി ബോധവൽക്കരണത്തിന് പറ്റിയ തകരാറ്? ഇത്രയും കാലത്തെ പരിസ്ഥിതി ബോധവൽക്കരണത്തിന് ശേഷവും എന്തുകൊണ്ടാണ് പ്രകൃതി ജീവിതം മനുഷ്യ കേന്ദ്രീകൃതമാണെന്നുള്ള മട്ടിൽ മാധ്യമങ്ങൾ പെരുമാറുന്നത്? ഇതിനകത്ത് മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് മാധ്യമങ്ങൾ നടത്തുന്ന മുതലാളിമാർ വരുന്നു, മാധ്യമ പ്രവർത്തകർ വരുന്നു. ഇതിനകത്ത് മറ്റ് ഒരുപാട് ഹ്യൂമൻ റിസോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു കളക്റ്റീവായിട്ടാണ് സാറ് ചോദിക്കുന്നത് മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു. ഒരുപക്ഷെ വളരെ തുച്ഛമായിട്ടുള്ള വളരെ ന്യൂനപക്ഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് വലിയ ആഗ്രഹം ഉണ്ടാകാം, ഇങ്ങനെയല്ല ഇത് നടക്കേണ്ടത്, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസ് ഫിലോസഫിയിലൂടെ വേണം വാർത്തകളെ സമീപിക്കാൻ എന്നുള്ളതൊക്കെ ഉണ്ടാവാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇവിടെ പരിസ്ഥിതി ബോധം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പെരുമാറ്റശീലത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, ടാഞ്ചിബിൾ അല്ല. അപ്പോ നമ്മൾ ഈ വികസനത്തെയും കാണുന്നത് അങ്ങനെയാണ്. അതായത് നമുക്കൊക്കെ തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വികസനമാണ് നമ്മുടെ വികസനം. അപ്പോ മെട്രോ, അല്ലെങ്കിൽ ആശുപത്രികള്, വലിയ വലിയ കെട്ടിടങ്ങള്, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു സംവിധാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മളുടെ വികസനം. പക്ഷെ വികസനത്തിന്റെ മറുതലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പരിസ്ഥിതി ബോധം എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടില്, എനിക്ക് വളരെ പരിമിതമായ അറിവേ ഉള്ളൂ, എന്റെ കാഴ്ചപ്പാടിന് അത് ഇൻടാഞ്ചിബിൾ ആണ്, തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പൊ നമ്മള് ഇപ്പൊ പരസ്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു മോഡലുണ്ട്, എയ്ഡ എന്ന് പറയുന്ന മോഡൽ, അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ. അപ്പൊ ഈ ആക്ഷനിലേക്ക് ഒരു കാര്യം എത്തണമെങ്കിൽ അതിന് വലിയ ശ്രമം എടുക്കണം, ഒരുപാട് പ്രചരണങ്ങൾ വേണം. അപ്പൊ ഇവിടെ പരിസ്ഥിതി ബോധത്തിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്ന സത്യത്തിൽ ഈ പെരുമാറ്റശീലങ്ങളിൽ നമ്മളോട് നമ്മുടെ സമീപനത്തിലുള്ള വ്യത്യാസമാണ്. അപ്പോ ഒരുപക്ഷെ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് ഈ പറയുന്ന പാഠപുസ്തകങ്ങൾക്കകത്ത് ഇതെങ്ങനെയാണ് വ്യവഹരിക്കുന്നത്, അതിനോടുള്ള അടുപ്പം എങ്ങനെയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം സാറേ, ഞാനിത് എവിടെയും വായിച്ചതോ കണ്ടതോ ആണ്, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പ്രകൃതി പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ജനവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോഴാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോ അല്ലെങ്കിൽ പ്രകൃതി ഊട്ടിയിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് പോവാം. പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതി നമ്മിൽ എന്തോ മാറി നിൽക്കുന്ന, പ്രകൃതി നമ്മിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ആ രീതിയിൽ പ്രകൃതി നമ്മളുടെ സാഹിത്യത്തിലും മറ്റു കാര്യങ്ങളും റൊമാന്റിസൈസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം പ്രാക്ടിക്കൽ സെൻസിൽ നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. പിന്നെ ഈ പരിസ്ഥിതി എന്നുള്ള വാക്കിന്റെ എറ്റിമോളജി നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത് അത്ര നമ്മുടെ ഒരു എന്താ പറയാ ഒരു പഴയ ഒരുപാട് മുൻപേ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു വാക്കാണ്. പ്രത്യേകിച്ചും പരിസ്ഥിതിയും എൻവയോൺമെന്റൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ അധികം ആഴമായിട്ടില്ല. ആ നേച്ചർ എന്ന സപ്ലയിൽ നിന്ന് ഈ പറയുന്ന എൻവയോൺമെന്റ് എന്നുള്ള ഒരു പദത്തിലേക്കുള്ള ഒരു മാറുമ്പോൾ
സത്യത്തിൽ ആ മാറ്റം പദത്തിന്റെ മാറ്റമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അത് സത്യത്തിൽ നമ്മളുടെ ഈ പറയുന്ന ഒരു ബോധത്തിന്റെ, സാർ നേരത്തെ സൂചിപ്പിച്ച ഈ പരിസ്ഥിതി ബോധത്തിന്റെ, ഞങ്ങളിൽ നിന്ന് എന്തോ മാറ്റി നിൽക്കുന്നതാണ് ഈ പ്രകൃതി, എന്റെ ഭാഗമല്ല, ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ സമൂഹവും, ഹ്യൂമൻ ഇന്ററാക്ഷൻ മാത്രമാണ്. ഈ പറയുന്ന വൈൽഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമേ അല്ല, അത് മറ്റൊരു എൻറ്റൈറ്റി ആണ് എന്നുള്ള രീതിയിലാണ് അതിന്റെ നിലനിൽപ്പ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് കൃത്യമായി ഉത്തരമല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമുക്കതിനെ കാണാൻ തോന്നും. നമ്മൾ ഇതുവരെ ഒരു അക്കാഡമിക് തലത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ ിലേക്ക് പോകാമെന്ന് ചോദിച്ചു. ഈ ഇന്നത്തെ ഈ വിഷയം നാം സംസാരിക്കാൻ എടുത്തതിന് കാരണമായത് ഈ ആനകൾ നാട്ടിലിറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വന്യമൃഗ നാഗരിക സംഘർഷം. ഞാൻ മനുഷ്യ സംഘർഷം എന്ന് ഞാൻ പറയൂല. കാരണം ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം, വനവാസികളെ സംബന്ധിച്ചിടത്തോളവും അവർ ആനകളുമായിട്ട് സഹവർത്തിക്കുന്നതും ആനകളുടെ ഭാഷ അവർക്ക് മനസ്സിലാകുന്നതും ആനകളുടെ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ളവരുടെ ബോധവുമൊക്കെ തീർത്തും മറ്റൊന്നാണ്. അപ്പോൾ ഇത് ഈ നാഗരിക മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പത്രതലക്കെട്ടുകൾ ഉദാഹരണമായിട്ട് എടുത്തിട്ട്, കാരണം ഈ ഡൗൺ ടു എർത്തിൽ ആൻറ്റോ എഴുതിയ ലേഖനമാണ് ഈ പോഡ്കാസ്റ്റിന് കാരണമായത്. അതിൻ്റെ അകത്ത് ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ ദിനപത്രങ്ങളിലെ ഉദ്ധരിച്ചുകൊണ്ട് താങ്കൾ ഇത് സാർത്ഥക ഇത് വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഉദാഹരണം എടുത്തൊന്ന് പറയാമോ? എന്തായാലും സാർ ഇപ്പൊ സൂചിപ്പിച്ച ഈ പറയുന്ന ലേഖനമുണ്ടല്ലോ, ഇപ്പൊ ഡൗൺ ടു എർത്തിൽ വന്ന ലേഖനം, ഈ ലേഖനത്തിനകത്ത് തന്നെ ഹിന്ദുവിന്റെ അല്ലെങ്കിൽ മലയാള മനോരമ, മാതൃഭൂമിയുടെ വിവിധങ്ങളായ തലക്കെട്ടുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിനകത്ത് ഇപ്പോ പുലി ഒരു പിഞ്ചു കുഞ്ഞിനെ കടിച്ച് കീറി കൊന്നു, അല്ലെങ്കിൽ ആന അല്ലെങ്കിൽ കാട്ടുപന്നി ഇങ്ങനെ ആക്രമണം നടത്തി. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഒരു വൺ സൈഡഡ് ആയിട്ടാണ് ഇവിടെ പറയുന്ന പല സ്റ്റോറികളും പല കഥകളുടെയും ആഖ്യാനം ഒക്കെ തന്നെ വളരെ പ്രബലമായിട്ട് തന്നെ ഇവൻ എന്തോ ഭയങ്കര ഭീകരനാണ്, ഇവൻ എന്തോ ഭയങ്കര പ്രശ്നക്കാരനാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് സാറ് ചോദിച്ചപ്പോൾ എനിക്ക് അതിന്റെ ഞാൻ അങ്ങനെ തലക്കെട്ട് അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടില്ല. എന്നാലും ഇപ്പൊ ഒരു ഉദാഹരണം ഇതിനകത്ത് കാണാൻ പറ്റും. എലിഫന്റ്സ് റിമെയിൻ മേജർ കില്ലേഴ്സ് ഇൻ കേരള. ഇത് എനിക്ക് തോന്നുന്നത് ഹിന്ദുവിന്റെ 11 ഫെബ്രുവരി 2020. എലിഫന്റ്സ് റിമെയിൻ മേജർ കില്ലേഴ്സ് ഇൻ കേരള. എലിഫന്റ്സ് റിമെയിൻ മേജർ കില്ലേഴ്സ് ഇൻ കേരള. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹിന്ദു 11-ാം തീയതിയാണ്, ഫെബ്രുവരി 2024. അതുപോലെ തന്നെ മലയാള മനോരമയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ട്രൈബൽ വിമൻ കിൽഡ് ബൈ വൈൽഡ് എലിഫന്റ്സ്. അപ്പോ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ ആന ആക്രമിച്ചു. ഇവിടെ സത്യത്തില് എന്തിനാണ് ഈ പറയുന്ന ദളിത് സ്ത്രീയെ അല്ലെങ്കിൽ ആദിവാസി സ്ത്രീയെ ആന ആക്രമിച്ചു എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു ലോജിക്ക് തന്നെ ഒരു പ്രശ്നമുണ്ട്. ട്രൈബൽ വുമൺ കിൽഡ് ബൈ വൈൽഡ് എലിഫന്റ്സ്. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ കില്ലേഴ്സ് അല്ലെങ്കിൽ ഇൻവേഡേഴ്സ് എന്നുള്ള, അതായത് അതിക്രമിച്ച് കടക്കുന്നവര് ഇവരെന്തോ പ്രശ്നക്കാരാണ് എന്നുള്ള രീതിയിൽ വളരെ ഭാഷയുടെ പ്രയോഗങ്ങളിൽ, ഭാഷ ആഖ്യാനത്തിലും ഭാഷയുടെ പ്രയോഗങ്ങളിലൊക്കെ വളരെ എന്താ പറയാ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ട മാധ്യമങ്ങൾ പുലർത്തുന്നുണ്ട്. ഇത് ഒരു പക്ഷേ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയൊന്ന്, ഈ മാവോയിസ്റ്റുകളും ഈ ആനകൾ ഈ ഒരു വൈൽഡ് എലിഫൻറ്റിനെയും ഒരേ രീതിയിൽ ഒരേ മാനിഫെസ്റ്റോ വായിച്ചിട്ട് ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുന്ന 2 പേർ എന്നുള്ള മട്ടിൽ ഉള്ളൊരു തലക്കെട്ട് വരികയും, ഇത് ഞാൻ ഈ തലക്കെട്ടുകൾ മാത്രം വെച്ചിട്ടല്ല, തലക്കെട്ടുകളെ മാത്രമായിട്ടല്ല ഞാൻ സമീപിക്കുന്നത് തന്നെ. ഈ വിഷയത്തിനെ സമീപിക്കുന്ന രീതിയിൽ ഈ ആനകൾക്കും പുലികൾക്കും കാട്ടുപോത്തിനും കാട്ടുപന്നിക്കും പത്രം വായിക്കാൻ കഴിയാത്തതുകൊണ്ടും അവരുടെ സൈഡ് പിടിച്ചതുകൊണ്ട് പത്രത്തിന് ഒരു കോപ്പി പോലും വർദ്ധിക്കില്ല, അല്ലെങ്കിൽ ചാനൽ കാണുന്ന കാണികൾ വർദ്ധിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടുമുള്ള ഒരു പ്രശ്നം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അത് കാരണം ഇത് മനുഷ്യരുടെ പ്രശ്നമാണെന്നും മനുഷ്യർ ഇതുകൊണ്ട് വിഷമിക്കുന്നു എന്നുള്ളതും ആ ഏരിയയിൽ ആ പ്രദേശത്തെ ജനങ്ങളെ ഈ കൂട്ടത്തിൽ നിർത്തുവാനുള്ള വലിയ കമ്പോള സമ്മർദ്ദം കൂടി ഈ മാധ്യമ പ്രവർത്തനത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അവിടെ ആയിരുന്നു ആൻറ്റോ നേരത്തെ പറഞ്ഞ പരിസ്ഥിതി എന്ന് പറയുന്നത് നാം ജനൽ തുറന്ന്
നോക്കുമ്പോൾ പുറത്ത് കാണുന്നതല്ല എന്നും ഞാനും കൂടി ഉൾപ്പെട്ട ഒരു സമഗ്രതയാണ് ഈ പരിസ്ഥിതി എന്നുമുള്ള ബോധത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ റിപ്പോർട്ടിങ്ങുകൾ കുറച്ചുകൂടി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആകുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാറേ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് അറിവുള്ളത് തന്നെയാണ്. മാധ്യമപ്രവർത്തകർക്ക് അറിയാം, അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ട്. അറിവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, സാറ് നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഇൻട്രസ്റ്റ്, പിന്നെ ക്ലിക്ക് ബൈറ്റ് ഹെഡ്ലൈൻസ് ആണ്. അതായത് തലക്കെട്ടിൽ കുത്തണം, തലക്കെട്ടിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ക്ലിക്ക് ചെയ്യാനായിട്ട് ഇവർ അതിനനുസരിച്ചുള്ള ഭാഷ ഉപയോഗിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി മലയാള മനോരമയിൽ കണ്ടതാണ്. മലയാള മനോരമയിലാണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടതാണ്, കാട്ടാന കുഞ്ഞിനോട് ചെയ്തത്. അപ്പോ കാട്ടാന കുഞ്ഞിനോട് ചെയ്തത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് തോന്നും, എന്താ ചെയ്തത്. അപ്പോ ഇത് തന്നെ മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിലും ഇതേ ഹെഡ്ലൈൻ ഉപയോഗിക്കട്ടെ. അതായത് തോട്ടിലേക്ക് ചാടിയ കുഞ്ഞിനോട് യുവാവ് ചെയ്തത്. അപ്പൊ ഈ ക്ലിക്ക് ബൈറ്റ് ഹെഡ്ലൈൻസ് മാർക്കറ്റിന്റെ ഭാഗമാണ്. അതാണ് അവരുടെ വരുമാന സ്രോതസ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണാം. അവർക്ക് അറിവുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് ഈ വിഷയം ഇങ്ങനെയല്ല സമീപിക്കേണ്ടതെന്നൊക്കെ അറിയാം. പക്ഷെ ഒരുപക്ഷെ അവരും നിസ്സഹായരായിട്ടിരിക്കുന്നുണ്ടാകാം എന്നുള്ളൊരു സാധ്യത കൂടി ഇതിനകത്ത് കാണാൻ തോന്നുന്നു. ഇപ്പോൾ ആൻഡോ പറഞ്ഞതുപോലെ എനിക്ക് പരിചയമുള്ള കേരളത്തിലെ പത്രപ്രവർത്തകർ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിലും എല്ലാം പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രണ്ടേയും പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തന്നെ ഈ അവബോധം ഉള്ളവരാണ്. പക്ഷേ ഈ പരിസ്ഥിതിയുമായിട്ടുള്ള റിപ്പോർട്ടിങ്ങുകൾ അവരൊരു പക്ഷേ അവരുടെ ഒരു എഡിറ്റോറിയൽ പേജിലോ മറ്റേതെങ്കിലും ഒരു പേജിലോ പരിസ്ഥിതി ദിനത്തിൽ ചെയ്യുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരാൾക്കൊരു നോബൽ സമ്മാനം ലഭിച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ച് വരുന്നൊരു ഫീച്ചർ, ഇതിലൊക്കെ വലിയ പരിസ്ഥിതി അവബോധം ഉള്ളതുപോലെയായിരിക്കും. പക്ഷേ ഈ വന്യജീവി മനുഷ്യ സംഘർഷം വരുമ്പോഴാണ് ഈ വന്യജീവിയെ ശത്രുവായിട്ട് കാണുന്ന ഒരു രീതി മാധ്യമപ്രവർത്തനത്തിന് ഉള്ളത് എന്നുള്ളതാണ്. ഇത് ഈ പോഡ്കാസ്റ്റ് കേൾക്കാൻ സാധ്യതയുള്ള മാധ്യമപ്രവർത്തകരോടുകൂടി ഉള്ള ഒരു അഭ്യർത്ഥന പോലെ അവരുടെ സമ്മർദ്ദങ്ങളും അവരെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഹിറ്റ് ചെയ്യാനുള്ള പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള തലക്കെട്ട് വേണം എന്നുള്ളതെല്ലാം ഇതിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷത്തിൽ വന്യജീവി എന്തോ വലിയ തെറ്റ് ചെയ്യുന്നു, ഇത് സിസ്റ്റത്തിന് വന്ന പ്രശ്നം കൊണ്ടാണെന്നും ഇത് വികസനത്തിൻ്റെ ഒരു ഒരു പ്രശ്ന മേഖലയാണെന്നുള്ളതിൽ നിന്നും മാറി വന്യജീവിയിലേക്കുള്ള ശത്രുതയിലേക്ക് ഇത് മാറുന്നുണ്ട് എന്നുള്ള വസ്തുത തിരിച്ചറിയാൻ സഹായിക്കണമെന്നുള്ള ഒരു വിചാരത്തിൽ മാത്രമാണ്, ഒരു വിനീതമായ വിചാരത്തിലാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇത് മാധ്യമപ്രവർത്തകരെ കുറ്റപ്പെടുത്തുവാനോ ഒന്നുമല്ല. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് പറയാനാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ അരിക്കൊമ്പൻ നമ്മുടെ മാധ്യമങ്ങളുടെ സർക്കുലേഷനെയും റേറ്റിങ്ങിനെയും എത്ര തന്നെ സഹായിച്ചു എന്ന് നമുക്കറിയാവുന്നതാണ്. എത്രയോ ദിവസം മുൾമുനയിൽ നമ്മളെ നിർത്തിയതാണ് മാധ്യമപ്രവർത്തനം അരിക്കൊമ്പനെ ചുറ്റിപ്പറ്റി. എന്നാൽ അരിക്കൊമ്പന് പിന്നെ എന്താണ് സംഭവിച്ചത്? അരിക്കൊമ്പൻ സമാധാനമായിട്ട് ഏതെങ്കിലും കാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്കും സമാധാനം, സന്തോഷം. പക്ഷേ ശാന്തമായി കഴിയുന്ന അരിക്കൊമ്പനെ കുറിച്ചുള്ള അറിയാനുള്ള താല്പര്യം ഈ വായനക്കാർക്കുണ്ട് എന്നല്ലേ ആൻഡോയ്ക്ക് തോന്നുന്നത്? എനിക്കുണ്ട്. അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. ഇത് ജേർണലിസം എന്നുള്ളത്, എന്റെ ശബ്ദം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ അതെ. ജേർണലിസം എന്നൊരു സീസണലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു സീസണാലിറ്റി ഉണ്ട് ജേർണലിസത്തിനകത്ത്. ഇപ്പോ അരിക്കൊമ്പന്റെ കേസിൽ നിന്ന് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ അഹമ്മദാബാദിൽ പ്ലെയിൻ ക്രാഷ് നടന്നു. അതിനുശേഷം ആദ്യത്തെ ഒരു 2 ആഴ്ച 200-300 ആളുകൾ മരിച്ചത് കൊണ്ട് തന്നെ അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. പക്ഷെ ഇപ്പോ അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് സ്റ്റോറികളൊക്കെ വളരെ കുറവാണ്. അപ്പോ ഇതൊരു സീസണാലിറ്റിയാണ് ജേർണലിസത്തിനകത്ത്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്നുള്ളൊരു പോക്ക്. ഇപ്പോ അരിക്കൊമ്പൻ ഒരാഴ്ച ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷമോ അതിനപ്പുറത്തേക്ക് പിന്നീട് വരുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമോ അല്ലെങ്കിൽ മലയാള സിനിമയിലെ മറ്റൊരു വിവാദമോ, ഇങ്ങനെ ഒന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കോണ്ടന്റ് എന്നുള്ളത്, ഉള്ളടക്കം എന്നുള്ളത് ഇന്ന് സത്യത്തില് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഇങ്ങനെ നമ്മളിപ്പോ ഒരു വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ ഷേപ്പ് വെള്ളം സ്വീകരിക്കും എന്ന് പറയുന്നത് പോലെ വളരെ ഫ്ലൂയിഡ് ആയിട്ട് ഒരു സ്ക്രീനിൽ നിന്ന് മറ്റൊരു സ്ക്രീനിലേക്ക് കഥ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോ അത് പറയാൻ കാരണം ഇപ്പൊ അരിക്കൊമ്പൻ എന്നുള്ളത് ഒരു പക്ഷെ അതിന്റെ ഒരു വിഷ്വൽ സ്വീകാര്യത, അതിന്റെ ദൃശ്യപരമായിട്ടുള്ള അതിന്റെ വലിയ സ്വീകാര്യത,
അതിന്റെ മാർക്കറ്റ് വാല്യൂ, അത് ഇറങ്ങി ഇങ്ങനെ കുറെ കാർ ഇടിച്ച് തകർക്കണു മറ്റോ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ദൃശ്യപരതയിലുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് ഇല്ലാതെ വരുമ്പോ അതിനകത്തുള്ള ഇപ്പോ അതിന്റെ ഇപ്പോഴത്തെ ആ ഒരു ജീവിയുടെ അവസ്ഥ എന്താണ്, ഇതിനെ കുറിച്ചുള്ള ഫോളോ ബേസിക് ആയിട്ടുള്ള കാര്യം, മനുഷ്യന് കഥകളോടാണ് താല്പര്യം, കഥകളോടാണ് താല്പര്യം, വസ്തുതകളോട് താല്പര്യം, ഡാറ്റയോടുള്ള താല്പര്യം വളരെ കുറവാണ്. പരിക്കൊമ്പനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വന്യജീവികളെ സംബന്ധിച്ചുള്ള ഒരു കണക്കെടുപ്പ്, ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ സ്റ്റോറി, ഇപ്പൊ ഹിന്ദുവിലൊക്കെ വരുന്ന പോലെ വിഷ്വലൈസേഷൻ സ്റ്റോറി ചെയ്താൽ എത്ര പേര് അത് വായിക്കും? ഈവൻ കാണാൻ ഇപ്പോഴത്തെ വിഷ്വലൈസേഷൻ സ്റ്റോറീസ് ഒക്കെ വളരെ ഭംഗിയാണ് കാണാനായിട്ട്, ഡാറ്റ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ, എന്നിട്ട് പോലും എത്ര പേര് അത് വായിക്കുന്നുണ്ട്? നമുക്കിഷ്ടം ഈ പറയുന്ന റീലുകളും, നമുക്കിഷ്ടം ഈ പറയുന്ന അരിക്കൊമ്പന്റെ ഷോർട്ട് റീൽസും ഷോർട്ട് യൂട്യൂബ് ഷോർട്സും ഒക്കെയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് മുന്നിൽ പോകുന്നില്ല, വളരെ ഉപരിപ്ലവമായിട്ടുള്ള വാർത്തകളിൽ കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്നു. സീസണാലിറ്റി ആണ്, ഒരു ഫോളോ അപ്പ് സ്റ്റോറീസിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. മാധ്യമങ്ങൾ, അതായത് ഇപ്പൊ ന്യൂസ് മിനിറ്റോ ക്വിൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസ് ലോണ്ടറിയോ ഇപ്പോ ബർക്കാദത്തിന്റെ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമോ, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അരിക്കൊമ്പൻ ബന്ധപ്പെട്ട് ഒരു ഫോളോ സ്റ്റോറികൾ ശാസ്ത്രീയ വിശകലന സ്വഭാവത്തോടു കൂടി എക്സ്പെർട്ടുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും അതിനുള്ള ഇടവില്ല എന്നൊന്നും പറയാൻ പറയാൻ പറ്റില്ല. ഇനി ഇങ്ങനെയുള്ള ഏകപക്ഷീയമായ ഈ റിപ്പോർട്ടിംഗ് കാരണം മനുഷ്യനും വന്യജീവികളും സമാധാനത്തോടെ സഹവർത്തിക്കുന്ന ഒരു സമാന്തര ന്യൂസ് സ്റ്റോറിക്ക് ഇടമില്ലാതാകുന്നില്ലേ മുഖ്യധാര മാധ്യമങ്ങളിൽ? മുഖ്യധാര മാധ്യമത്തിനകത്ത് അങ്ങനെ സ്റ്റോറിക്ക് ഇടമില്ലാതാകുന്നുണ്ട്. പക്ഷെ ആ ഇടം മറ്റേ ഈ പറയുന്ന ബദൽ കാരണം മാധ്യമ ഇങ്ങനെ ഒരു സങ്കേതങ്ങൾ പൊതുബോധം ഉണ്ടായി തീർന്നെങ്കിൽ, അതായത് ആന ജനശത്രുവാണ് എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു തരത്തിലുള്ളൊരു ഒരു ഒരു കഥയ്ക്ക് സ്റ്റോറിക്ക് ഇടമില്ലാതാകുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം എല്ലാവരുടെ മനസ്സിലും അങ്ങനെ ഒരു സാധനം കയറി കഴിയുമല്ലോ, വായനക്കാരുടെ മനസ്സിൽ, കാണുന്ന ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം കയറി കഴിയുമ്പോൾ ഒരു ഭയം ഉണ്ടാകും. ആ, പക്ഷേ ഇതിന്റെ ഒരു മറുതലം എന്ന് പറയുന്നത്, ഈ പറയുന്ന ആനകള് നമ്മളുടെ ഉത്സവങ്ങളുടെ ഭാഗമാകുന്നു, നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നു. ഇത് വന്യജീവിയാണ്. എൻ്റെ ഒരു മനസ്സിലാക്കൽ, ഞാനൊരു എക്സ്പെർട്ട് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഇതൊരു വന്യജീവിയാണ്. നമ്മൾ അതിനെ മെരുക്കി നമ്മളുടെ ഇഷ്ടത്തിലേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിന് മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക്, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള മനുഷ്യന്റെ സ്വാർത്ഥമായിട്ടുള്ള ചിന്തയ്ക്കൊക്കെ ആന വേണം. ആനകളും അതിന്റെ രസകരമായിട്ടുള്ള കൗതുകങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ, ഇത്തരത്തിലുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇടപെടുന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കോ കഥകൾക്കോ ഒന്നും വലിയ സ്കോപ്പില്ല. പ്രത്യേകിച്ചും ഈ അടി വരുമ്പോഴാണ് വലിയ വാർത്ത ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും നല്ല വാർത്തകളൊന്നും ഇപ്പൊ ഇല്ലല്ലോ. അല്ല, ഞാൻ ആൻഡോയോട് ചോദിക്കുകയാണ്. ആൻഡോ, ഇപ്പൊ കേരളത്തിലെ പത്രപ്രവർത്തകരെ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാന ഹൃദയരാണ് ഈ കാര്യത്തിൽ. അല്ലെങ്കിൽ കുന്നമംഗലത്തെ കോളേജിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നു. അതുപോലല്ല, ആൻഡോയെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ. ഇത്തരം റിപ്പോർട്ടിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരും ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരോടും സംസാരിക്കാൻ ഇടവരുന്നു. അവരോട് എന്താണ് സംസാരിക്കുക? ഇതിനൊരു പോംവഴി എന്താണ്? സാറേ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അവർക്ക് അല്ലെങ്കിൽ നമ്മൾ അവരെന്ന് പറയണ്ട, ഇപ്പൊ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവും ധാരണയൊക്കെ ഉണ്ട്. ഒരു പക്ഷേ അവർക്ക് നല്ല അറിവുണ്ട്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് അവർ കൈകാര്യം ചെയ്യുന്ന മാധ്യമത്തിന്റെ സ്വഭാവത്തിലേക്ക് വാർത്തയെ പരിവപ്പെടുത്തുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ആകേണ്ടി വരുന്നതാണ്. അല്ലാതെ അവർക്ക് ഇപ്പൊ നമ്മളൊരു സർവേ നടത്തുകയാണ്, ഒരു 10 ചോദ്യം എഴുതിയിട്ട് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർവേ, അവരുടെ അറിവ് പരിശോധിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള അറിവ് കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അതിന്റെ കാരണം വളരെ എംപിരിക്കലായിട്ട് ഞാൻ പറയാണ്. കാരണം എൻ്റെ ഗവേഷണം തന്നെ, PhD ഗവേഷണം തന്നെ മാധ്യമങ്ങളും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ്.
അപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ 500 ചില്ലാനം മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഞാനൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ലെവൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ് പരിശോധിച്ചിരുന്നു. അപ്പൊ ഇവർക്ക് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന അതിസങ്കീർണമായ വിഷയത്തെക്കുറിച്ച് പോലും ഇപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എഗ്രിമെന്റുകളെ കുറിച്ചും പരിസ്ഥിതി ബോധത്തെക്കുറിച്ചൊക്കെ മോഡറേറ്റ് ആയിട്ടുള്ള അവയർനെസ് ഉണ്ടെന്നാണ് സ്റ്റഡി റിസൾട്ടിൽ മനസ്സിലായത്. പറയുന്നത്. അപ്പോ അവർക്കൊരു അറിവുണ്ട്, പക്ഷെ അവർ കൈകാര്യം ചെയ്യുന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ സ്വഭാവത്തിലേക്കോ ദൃശ്യമാധ്യമത്തിന്റെ സ്വഭാവത്തിലേക്കോ വാർത്തയെ പരുവപ്പെടുത്തുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഭാഷാ പ്രയോഗങ്ങളും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന സീരിയസ്നെസ് ഒന്നും ഈ ഫ്രട്ടേണിറ്റി ഇതിൽ എടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി എനിക്കിവിടെ പറയാനുണ്ട്. നമ്മളിപ്പോ ഈ ബദൽ മാധ്യമങ്ങളോ സാറിനെ പോലെ വളരെ എമിനന്റ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനൽ സംരംഭങ്ങളോ ഈ പറയുന്ന സീരിയസ്നെസ് ഒന്നും ഇതിന്റെ ഒരു മുഖ്യധാര എന്ന് വിളിക്കുന്ന ധാരയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇതിനെ അങ്ങനെയൊന്നും കാണുന്നില്ല. ഗവേഷണം ഇങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നു, മറ്റൊരു വഴിക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നടക്കുന്നു എന്നേ ഉള്ളൂ. അവരിതൊക്കെ കാണുമ്പോൾ ചിലപ്പോ ഇനി അയ്യോ ഇനി ഞങ്ങളിത് ചെയ്യുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ ആ, ആൻറ്റോ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് വന്യജീവി മനുഷ്യ സംഘർഷത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വാൻജിക്, താഹിർ, മാൻഫ്രെഡോ, ഡെയർ, ഡിക്മാൻ തുടങ്ങിയവർ ഈ വിഷയങ്ങളിൽ നടത്തിയ പഠനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആൻറ്റോയുടെ ലേഖനത്തിൽ. ആ, അതൊന്ന് വിശദീകരിക്കാമോ? ഇവരൊക്കെ എന്താണ് ഈ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നതെന്ന് അല്ല ഇതില് ചുരുക്കി ഇതൊരു പറഞ്ഞാൽ മതി. എനിക്കറിയാം ഈ സമയം പരിമിതി അതെ ഉണ്ട്. അതെ ഇതൊരു ടൂളാണ്, അത്രേ ഉള്ളൂ. അതായത് ഈ പറയുന്ന തലക്കെട്ടുകളെ ഈ പറയുന്ന ഭാഷാ പ്രയോഗങ്ങളെ വർഗീകരിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗവേഷണ ടൂളാണ്. ഇപ്പൊ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന വാൻഡിജിക്കിന്റെയും താഹിറിന്റെയും ടൂൾ. ഇതിലൊരു 10-23 ഫ്രെയിമുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ഫ്രെയിമുകൾക്ക് അനുസൃതമായിട്ട് വാർത്തകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാഖ്യാനങ്ങളെ വർഗീകരിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവസാനം പറഞ്ഞ ഈ മറ്റ് രണ്ട് സൈദ്ധാന്തികരിലേക്ക് വരുന്ന സമയത്ത് അവിടെ സത്യത്തിൽ ഈ വിഷയത്തിന് ഒരു സോഷ്യോളജിക്കൽ ഡൈമെൻഷനിലേക്ക് ഒരു എന്താ പറയാ നരവംശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഡൈമെൻഷനിലേക്ക് വിഷയത്തെ കാണണം എന്ന രീതിയിലേക്ക് കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഇത് വെറും ഒരു ഭാഷാ ആഖ്യാനത്തിന്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെയും നമ്മൾ വെച്ച് പുലർത്തുന്ന വാല്യൂസിന്റെയും ഒക്കെ ഒരു കാര്യം, പെരുമാറ്റശീലത്തിൽ വരേണ്ട മാറ്റങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും, അതിനെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അടുത്ത കാലത്ത് ഈ സച്ചിൻ റായ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ രൺഥംബോർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലെ ആരോ ഹെഡ് എന്ന് പറയുന്ന കടുവയുടെ ജീവിതത്തിൽ ആദ്യകാലം മുതൽ, ആ കടുവ ഉണ്ടായപ്പോൾ മുതൽ, ആ പെൺകടുവയുടെ ബാല്യകാലം മുതൽ അത് വലുതാവുന്നതും അതിന് പലപ്പോഴായി നിരവധി കടുവകളെ ഈ അമ്മ ഈ രൺഥംബോർ വന്യമൃഗ സങ്കേതത്തിൽ സംഭാവന ചെയ്യുന്നതും അതിനുശേഷം അതീവ വൃദ്ധയായിട്ട് മരിക്കുന്നതിന് 2-3 ആഴ്ച മുൻപ് രൺഥംബോറിലെ ഒരു തടാകത്തിൽ നിന്നും ഒരു മുതലയെ ഈ വൃദ്ധ കടുവ പിടിക്കുന്നതും അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം അതീവ ദുർബലയായ ഈ അമ്മക്കടുവ നടന്ന് വേച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി കിടക്കുന്നതും അത് മരിക്കുന്നതും വരെയുള്ളത് മുഴുവൻ പിന്തുടർന്ന് ഷൂട്ട് ചെയ്ത ഒരു ഫോട്ടോഗ്രാഫർ. ഇത്തരം കഥകൾ കൂടി, ഇത്തരം സ്റ്റോറികൾ കൂടി സമാന്തരമായി വരികയും, എങ്ങനെയാണ് ഒരു വൃദ്ധനായ കൊമ്പൻ കാട്ടിൽ അവസാന കാലങ്ങളിൽ മരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ളതുപോലെ തന്നെയുള്ള വൃദ്ധജനങ്ങളെപ്പോലെ തന്നെ നിരാലംബരും ഭക്ഷണം തേടാൻ കഴിയാതിരിക്കുകയും ഒരു കാലത്ത് 100 കിലോമീറ്റർ സ്പീഡിൽ ചേസ് ചെയ്ത് ഇരയെ പിടിച്ചിരുന്ന ഒരു ചീറ്റപ്പുലിയോ അല്ലെങ്കിൽ ഒരു പുലിയോ ഒരു കടുവയോ അവസാന കാലത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതും ഇത്തരം സ്റ്റോറികൾ കൂടി സമാന്തരമായി വരികയും നമ്മെപ്പോലെയൊക്കെ തന്നെയുള്ള ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്നവരാണ് വന്യമൃഗങ്ങൾ എന്നുള്ള ഒരു ബോധത്തിലേക്ക് പൊതുസമൂഹം വളരുന്നതിൻ്റെ ഭാഗമായിട്ട് മാധ്യമലോകവും വളരണമെന്ന പ്രത്യാശയിൽ ഈ ചെറിയ സംഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ ചോദ്യങ്ങളിൽ വരാതെ പോയ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഈ സമയം പറയാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ആൻറ്റോയ്ക്കുണ്ട്. എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടെങ്കിൽ.
ഇല്ല, ഇതിനകത്തെ ഒരു വളരെ കൃത്യമായിട്ടുള്ള സെൻസേഷണലൈസേഷൻ അല്ലെങ്കിൽ ആ രീതിയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാര്യങ്ങളെ ലളിതവൽക്കരിക്കുന്നുണ്ട്. പിന്നെ പല വിഷയങ്ങളും ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ടല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. പല വിഷയങ്ങളും ഇപ്പോ ഇതിനെക്കുറിച്ച് ഇപ്പോ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് തന്നെ പറയും നമ്മൾ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. പക്ഷേ ഈ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുമ്പോൾ ചില പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ കുറച്ചുകൂടി സ്പെഷ്യലൈസേഷൻ വെച്ച് പുലർത്തണമെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻ എടുക്കണം, സയന്റിസ്റ്റുകളോട് നേരിട്ട് സംസാരിക്കണം, കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് ജേർണലിസ്റ്റ് സയന്റിഫിക് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള സംസാരം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകണം. അത് അവരെ വാർത്തയിൽ കോട്ട് ചെയ്യണം. ഇവിടെ പലപ്പോഴും ഞാൻ ഈ സാറ് നേരത്തെ സൂചിപ്പിച്ച ഈ ഡൗൺ ടു എർത്ത് ഞാൻ ലേഖനത്തിനകത്ത് വായിച്ചു, തന്നെ അതിനകത്ത് പറയുന്നത് അത് പോലെ പറയുന്നുണ്ട്, ഈ പോയിന്റ് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. അപ്പോ അതിനകത്ത് തന്നെ ഇതൊരു ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നുണ്ട്, ഈ വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് പകരം അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആളുകളോട് സംസാരിച്ച്, ഇപ്പോ വയനാട്ടിലെ ഒരു പ്രശ്നമായിരിക്കില്ല ഒരു പക്ഷെ ഇടുക്കിയിലെ പ്രശ്നം. ഇത് വളരെ 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 ഫ്രാഗ്മെന്റഡ് ആണ് ഈ വിഷയം. ഇത് കാലാവസ്ഥാ വ്യതിയാനം പോലെ തന്നെ വളരെ വളരെ ഹൈപ്പർ ലോക്കലാണ്. അപ്പൊ ഹൈപ്പർ ലോക്കൽ ആയതുകൊണ്ട് തന്നെ ഹൈപ്പർ ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സംസാരിച്ച് ഗ്ലോബൽ ആയിട്ടുള്ള ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധിക്കുന്ന കേരള മീഡിയ അക്കാദമി പോലെയുള്ള സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ കേരള സർക്കാരിന് തന്നെ വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ശില്പശാലകൾ ഒക്കെ സംഘടിപ്പിക്കാം. പിന്നെ ഞാനൊരു മാധ്യമ അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻവയോൺമെന്റൽ ജേർണലിസം ക്ലാസ് റൂമിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കും. ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമഗ്ര സ്വഭാവമുള്ള ഒരു സാർ നേരത്തെ സൂചിപ്പിച്ച ആ രീതിയിലുള്ള ആഖ്യാനങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ആളുകൾ കൈകാര്യം ചെയ്യാത്ത ഒരു മേഖല, അതായത് വന്യജീവി സംഘർഷം, മനുഷ്യ സംഘർഷവും മാധ്യമ പ്രവർത്തനവും എന്നുള്ള വിഷയത്തിൽ ആ, ആ വിഷയത്തിൽ കൂടുതൽ താല്പര്യത്തോടു കൂടി വരും കാലങ്ങളിൽ ആൻറ്റോ പ്രവർത്തിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ആൻറ്റോയേക്കാൾ പ്രായത്തിൽ വളരെ മുതിർന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് വയ്ക്കുവാനുണ്ട്. കാരണം എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോഴും മാധ്യമങ്ങൾ വായിക്കുമ്പോഴും എല്ലാം എനിക്ക് തോന്നാറുള്ള ഒരു വിഷയത്തിൽ ആൻറ്റോ സ്പർശിക്കുകയാണ് ചെയ്തത് ഈ ഡൗൺ ടു എർത്തിലെ ലേഖനം വഴി. ആം, ഈ മേഖലയിൽ വീണ്ടും പ്രവർത്തിക്കുക, വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകരോടും നിരന്തരം സംസാരിക്കുക. മാധ്യമപ്രവർത്തനവും കേരളത്തിലെ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും നിരന്തരമായി ഈ ശാസ്ത്രജ്ഞരും ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക്കുകളുമായിട്ടുള്ള അവരുടെ സൗഹൃദങ്ങൾ ഉണ്ടായി വരട്ടെ, നിരന്തര സമ്പർക്കം ഉണ്ടായി വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നാം ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ദില്ലി ദാലിയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ഐ ആം thanking you for your quality time for this podcast. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.